വയനാടിൻ്റെ മനോഹാരിതയ്ക്ക് പിന്നിൽ എപ്പോഴും വന്യമായൊരു ഭയമുണ്ടായിരുന്നു. ഇടതൂർന്ന കാടുകൾക്കും കോടമഞ്ഞു മൂടിയ തേയിലത്തോട്ടങ്ങൾക്കും പറയാൻ ഒട്ടേറെ രഹസ്യങ്ങളുണ്ട്. പകലുകളിൽ പോലും സൂര്യപ്രകാശം നിലത്ത് പതിക്കാത്ത ഇരുട്ട് മാറാത്ത വനപ്രദേശങ്ങൾ അവിടെയുണ്ടായിരുന്നു. കാറ്റിൻ്റെ മൂടതകൾക്ക് പോലും അവിടെ വല്ലാത്തൊരു വന്യതയുണ്ടായിരുന്നു. 1940കളിലെ ഒരു കനത്ത മഴക്കാലം. അപ്പോഴാണ് ആ വലിയ സംഭവം നടക്കുന്നത്. ദിവസങ്ങളായി തോരാതെ പെയ്യുന്ന മഴയിൽ വയനാടൻ ചുരങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. കാടിൻ്റെ അതിർത്തിയിലുള്ള ചേലോട് എസ്റ്റേറ്റിലേക്ക് ആ സമയത്താണ് പുതിയൊരു അതിഥി വരുന്നത്. സാധാരണ കാട്ടാനകളെപ്പോലെ ആയിരുന്നില്ല അത്. ഇരുട്ടിൻ്റെ മറവിൽ മാത്രം സഞ്ചരിക്കുന്ന അസാധാരണ വലിപ്പമുള്ള ഒറ്റപ്പെട്ട ഒരു ഭീമൻ കൊലകൊമ്പൻ. കൂട്ടം തെറ്റിയ ആനകൾ എപ്പോഴും വളരെ അപകടകാരികളാണ്. അവയ്ക്ക് യാതൊരു നിയമങ്ങളും ബാധകമായിരുന്നില്ല. അതിരാവിലെ ജോലിക്ക് പോകുന്ന തോട്ടം തൊഴിലാളികളാണ് ആദ്യം കാണുന്നത്. കോടമഞ്ഞിനിടയിലൂടെ ഒരു ചെറിയ കറുത്ത മല നടന്നു നീങ്ങുന്നത് പോലെയാണ് അവർക്കത് തോന്നിയത്. അതിൻ്റെ കാൽവെപ്പുകളിൽ ഭൂമി വിറയ്ക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. വലതുവശത്തെ കൊമ്പ് പകുതി വെച്ച് ഒടിഞ്ഞു പോയിരുന്നു. ആ വലിയ ശരീരത്തിൽ പലയിടത്തും ഉണങ്ങാത്ത മുറിവുകളുടെ പാടുകളുണ്ടായിരുന്നു. ചെവികൾ എപ്പോഴും മുന്നോട്ട് കൂർപ്പിച്ചു വെച്ച നിലയിലായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അത് തോട്ടത്തിലെ വാഴവലും പ്ലാവുകളും മാത്രമാണ് നശിപ്പിച്ചത്. രാത്രിയുടെ നിശബ്ദതയിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന വലിയ ശബ്ദം കേട്ടാണ് തൊഴിലാളികൾ ഉണർന്നിരുന്നത്. ആളുകൾ വലിയ പാത്രങ്ങൾ കൊട്ടിയും തീപ്പന്തങ്ങൾ കാണിച്ചും അതിനെ കാട്ടിലേക്ക് ഓടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ അതിൻ്റെ സ്വഭാവം പൂർണ്ണമായും മാറി. തീപ്പന്തങ്ങളെ അത് ഭയപ്പെടാതായി. പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് കൂടുതൽ പ്രകോപിതനാകാൻ തുടങ്ങി. മനുഷ്യരെ ഭയപ്പെടുന്നതിന് പകരം അത് മനുഷ്യരെ നേരിട്ട് ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങി. രാത്രികളിൽ അത് തൊഴിലാളികളുടെ ലയങ്ങൾക്ക് ചുറ്റും പതുങ്ങി നടന്നു. മഴ കനത്ത ഒരു ഇരുണ്ട രാത്രി. എസ്റ്റേറ്റിലെ ഒരു കാവൽപ്പുരയ്ക്ക് നേരെ അതിൻ്റെ ആദ്യത്തെ ആക്രമണമുണ്ടായി. അവിടെ കാവലിരുന്ന് രാമൻ എന്ന പ്രായമായ തൊഴിലാളിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള സമയം ലഭിച്ചില്ല. കനത്ത ഇരുട്ടിൽ യാതൊരു ശബ്ദവുമില്ലാതെയാണ് ആ വലിയ ജീവി കാവൽപ്പുരയുടെ പിന്നിലെത്തിയത്. ഒറ്റയടിക്ക് ആ ചെറിയ പുര അത് തകർത്തെറിഞ്ഞു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രാമനെ അത് അതിക്രൂരമായി കൊലപ്പെടുത്തി. രാമൻ്റെ ദാരുണമായ മരണം ആ ഗ്രാമത്തെ ആകെ നടുക്കി. ഒടിഞ്ഞ കൊമ്പുള്ള ആ രാക്ഷസനെ ഗ്രാമീണർ ഒറ്റക്കൊമ്പനെന്ന് ഭയത്തോടെ വിളിച്ചു തുടങ്ങി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മുതിർന്നവർ പോലും ഭയന്നു വിറയ്ക്കുമായിരുന്നു. പിന്നീടുള്ള ആഴ്ചകളിൽ കാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി വേറെയും മരണവാർത്തകൾ വന്നു. വിറക് പെറുക്കാൻ പോയ സ്ത്രീകളും കാട്ടുപാതയിലൂടെ നടന്നുപോയ കച്ചവടക്കാരും ആക്രമിക്കപ്പെട്ടു. ഓരോ കൊലപാതകവും വളരെ ക്രൂരമായിരുന്നു. അതൊരു സാധാരണ ആനയല്ലെന്ന് ഗ്രാമീണർക്ക് പൂർണ്ണമായും മനസ്സിലായി. അതിന് മനുഷ്യൻ്റെ ഗന്ധം വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. മനുഷ്യരെ എങ്ങനെ പതിയിരുന്ന് ആക്രമിക്കണമെന്ന് അതിന് നന്നായി അറിയാമായിരുന്നു. മനുഷ്യരെവിടെയാണ് ദുർബലരെന്ന് അത് മനസ്സിലാക്കിയിരുന്നു. ഈ ഭീകരനെ ഇല്ലാതാക്കാൻ ഗ്രാമത്തിലെ ചില ചെറുപ്പക്കാർ നാടൻ തോക്കുകളുമായി കാട്ടിൽ കയറി. എന്നാൽ അതൊരു വലിയ അബദ്ധമായിരുന്നു. കാടിൻ്റെ നിയമങ്ങൾ അറിയാത്ത അവർ ആ കൊലകൊമ്പന് മുൻപിൽ പെട്ടുപോയി. ആന അവരെ ആക്രമിച്ചത് മുൻപിൽ നിന്നല്ല, മറിച്ച് യാതൊരു ശബ്ദവുമില്ലാതെ പുറകിലൂടെ വന്ന് അവരെ വളയുകയായിരുന്നു. അവരിൽ ഒരാളെ ആന തൽക്ഷണം കൊലപ്പെടുത്തി. ബാക്കിയുള്ളവർ തോക്കുകൾ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അതോടെ ആരും കാടിൻ്റെ അതിർത്തിയിലേക്ക് പോലും പോകാതായി. തേയിലത്തോട്ടങ്ങളിലെ പണികൾ പൂർണ്ണമായും സ്തംഭിച്ചു. ഗ്രാമം ഒരു വലിയ ശവപ്പറമ്പ് പോലെ നിശബ്ദമായി. 5 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടതോടെ എസ്റ്റേറ്റ് മാനേജർ എനിക്ക് അടിയന്തരമായി ഒരു കത്തയച്ചു. ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുമതിയോടെയാണ് ഞാൻ അവിടെ എത്തുന്നത്. ആഫ്രിക്കൻ കാടുകളിലും ഉത്തരേന്ത്യൻ വനങ്ങളിലും വേട്ടയാടിയ പരിചയം മാത്രമായിരുന്നു എൻ്റെ ആകെയുള്ള ധൈര്യം. ഞാൻ വയനാട്ടിലെത്തുമ്പോൾ എസ്റ്റേറ്റിൽ വല്ലാത്തൊരു മൂകതയായിരുന്നു. പകൽ സമയത്ത് പോലും ആളുകൾ വീടിന് പുറത്തിറങ്ങാൻ ഭയന്നു. എസ്റ്റേറ്റ് മാനേജർ എന്നെ ആനയുടെ ആക്രമണം നടന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. അവിടെയെല്ലാം വലിയ നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. വലിയ മരങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ടിരുന്നു. ഞാൻ ആനയുടെ കാൽപ്പാടുകൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു. സാധാരണ ആനകളുടെ കാൽപ്പാടുകളേക്കാൾ വളരെ വലുതായിരുന്നു അത്. ഒരു വലിയ തലകയുടെ അത്രയും വലിപ്പമുള്ള കാൽപ്പാടുകൾ. ഇടത്തെ മുൻകാലിൻ്റെ പാടുകൾക്ക് അല്പം ആഴം കൂടുതലായിരുന്നു. പിറ്റേന്നത് രാവിലെ ഞാൻ എൻ്റെ വിശ്വസ്തമായ ഡബിൾ ബാരൽ റൈഫിളുമായി കാടിറങ്ങി. എന്നോടൊപ്പം വഴി കാണിക്കാൻ കാട്ടുനായ്ക്കൻ വിഭാഗത്തിൽപ്പെട്ട
കുമാരൻ എന്നൊരു ഗൈഡും ഉണ്ടായിരുന്നു. അയാൾക്ക് ആ കാട്ടിലെ ഓരോ മരങ്ങളെയും കുറിച്ച് അറിയാമായിരുന്നു. ആനയുടെ കാൽപ്പാടുകൾ പിന്തുടരുക എന്നത് കടുവയെ ട്രാക്ക് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ്. എന്നാൽ ഒരു കൊലയാളി ആനയെ പിന്തുടരുന്നത് സാക്ഷാൽ മരണത്തെ പിന്തുടരുന്നതിന് തുല്യമാണ്. എപ്പോൾ വേണമെങ്കിലും അത് നമ്മളെ തിരിച്ചാക്രമിക്കാം. ആദ്യത്തെ ദിവസം വളരെ ദുഷ്കരമായിരുന്നു. കുത്തനെയുള്ള കയറ്റങ്ങളും ചോലകളും താണ്ടി ഞങ്ങൾ കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നു. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലായി. വഴിയിലുടനീളം പിഴുതെറിയപ്പെട്ട മരങ്ങളും തകർന്ന മുളങ്കൂട്ടങ്ങളും ഞങ്ങൾ കണ്ടു. അവൻ പോയ വഴികളിലെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പ്രകൃതിയോടുള്ള കടുത്ത ദേഷ്യം ആ പ്രവൃത്തികളിൽ കാണാമായിരുന്നു. മഴയിൽ കാൽപ്പാടുകൾ മാഞ്ഞു തുടങ്ങി. കാടിനുള്ളിൽ കോടമഞ്ഞിറങ്ങിയതോടെ കാഴ്ച പൂർണ്ണമായും മങ്ങി. ഭീമാകാരനായ ആ ഒറ്റക്കൊമ്പൻ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. രണ്ടാം ദിവസം ഞങ്ങൾ വേറൊരു വഴിയിലൂടെയാണ് കാട്ടിലേക്ക് കയറിയത്. കനത്ത അട്ടകളുടെ ശല്യമുണ്ടായിരുന്നു. ഓരോ ചുവടുവെപ്പിലും ചോര കുടിക്കുന്ന അട്ടകൾ കാലുകളിൽ പറ്റിപ്പിടിച്ചു. ഞങ്ങളത് വകവെക്കാതെ മുന്നോട്ട് തന്നെ നടന്നു. ഉച്ചയായപ്പോഴേക്കും മഴ മാറി നേരിയ വെയിൽ വന്നു. കാട്ടിലെ ഈർപ്പം വറ്റി തുടങ്ങിയിരുന്നു. പെട്ടെന്ന് കുമാരൻ നിലത്ത് കിടക്കുന്ന ചില അടയാളങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. ആനയുടെ പുതിയ കാൽപ്പാടുകളായിരുന്നു അത്. ഇന്നലെ രാത്രി അവൻ ഇതുവഴി പോയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ മണ്ണിൽ ഉരസിയതിൻ്റെ പാടുകളുമുണ്ടായിരുന്നു. ഉണങ്ങിയ വലിയ മുളകൾ പലതും ഒടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഒരു വലിയ മരത്തിൻ്റെ തടിയിൽ ഉണങ്ങാത്ത ചരിയുടെ പാടുകൾ ഞാൻ കണ്ടു. ആന അതിൻ്റെ ശരീരം അവിടെ ഉരസിയതാണ്. ഞാൻ ആ ചടിയിൽ തൊട്ടുനോക്കി. അതിന് അപ്പോഴും നേരിയ ചൂടുണ്ടായിരുന്നു. അതായത് അവൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഞങ്ങളുടെ സാന്നിധ്യം അവൻ അറിഞ്ഞിട്ടുണ്ടാകാം. പെട്ടെന്ന് കാറ്റ് പൂർണ്ണമായും നിശ്ചലമായി. കാട്ടിലെ പക്ഷികളുടെ ശബ്ദം നിലച്ചു. വല്ലാത്തൊരു ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത കാടിനെ പൊതിഞ്ഞു. ലെങ്കൂർ കുരങ്ങുകൾ മരങ്ങൾക്ക് മുകളിൽ നിന്ന് ഭയപ്പെടുത്തുന്ന അപായ ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. വായുവിൽ അഴുകിയ ഇലകളുടെയും ആനയുടെ ശരീരത്തിൻ്റെയും രൂക്ഷമായ ഗന്ധം കലർന്നിരുന്നു. അവൻ എവിടെയോ അടുത്തുനിന്ന് ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് എൻ്റെ ഉള്ളു പറഞ്ഞു. ഞാൻ ഗൈഡിനോട് ഒരു വലിയ മരത്തിന് മുകളിലേക്ക് കയറാൻ ആംഗ്യം കാണിച്ചു. അയാൾ ശബ്ദമുണ്ടാക്കാതെ മരത്തിലേക്ക് വലിഞ്ഞു കയറി. ഞാൻ തോക്കിൽ പുതിയ തിരകൾ നിറച്ച് സേഫ്റ്റി ക്യാച്ച് മാറ്റി പതുക്കെ മുന്നോട്ട് നടന്നു. എൻ്റെ ഹൃദയമിടിപ്പ് എൻ്റെ ചെവികളിൽ തന്നെ കേൾക്കാമായിരുന്നു. ചുറ്റും ഭീമാകാരമായ ഈട്ടിമരങ്ങൾ മാത്രം. ഉണങ്ങിയ ഇലകളിൽ ചവിട്ടാതിരിക്കാൻ ഞാൻ ഓരോ ചുവടും വളരെ സൂക്ഷിച്ചാണ് വെച്ചത്. കാടിൻ്റെ ഓരോ അനക്കവും ഞാൻ നിരീക്ഷിച്ചു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എൻ്റെ മുൻപിലെ വലിയ മുളങ്കൂട്ടങ്ങൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ പുറത്തേക്ക് വന്നു. എൻ്റെ തലയ്ക്ക് മുകളിൽ പെട്ടെന്നൊരു വലിയ കറുത്ത പാറക്കല്ല് ഉയർന്നു വന്നതുപോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. അവൻ്റെ വലിപ്പം എൻ്റെ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരുന്നു. അവൻ തുമ്പിക്കൈ ഉയർത്തി കാടിനെ ഒന്നാകെ നടുക്കിക്കൊണ്ട് ഭയാനകമായൊന്ന് ചിഹ്നം വിളിച്ചു. ആ ശബ്ദത്തിൻ്റെ ആഘാതത്തിൽ കാട്ടിലെ മരങ്ങൾ വിറയ്ക്കുന്നതുപോലെ എനിക്ക് തോന്നി. അവൻ്റെ ചെവികൾ മുന്നോട്ടാഞ്ഞിരുന്നു. മഞ്ഞ നിറമുള്ള ആ ചെറിയ കണ്ണുകളിൽ കൊടിയ കോപവും വെറുപ്പും നിറഞ്ഞു നിന്നു. ഒരു നിമിഷം അവൻ എന്നെ തന്നെ ഉറ്റുനോക്കി നിന്നു. എന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അത്. പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ അവൻ എൻ്റെ നേർക്ക് പാഞ്ഞടുത്തു. അവൻ ഓടി വരുമ്പോൾ ഭൂമി കുലുങ്ങുന്നതുപോലെ എനിക്ക് തോന്നി. വൻമരങ്ങൾ അവന് മുന്നിൽ ചെറിയ തീപ്പെട്ടിക്കൊള്ളികൾ പോലെ ഒടിഞ്ഞു വീണു. ആനകൾക്ക് വെടിവെക്കുമ്പോൾ എപ്പോഴും നെറ്റിയിലെ കൃത്യമായ ഒരു ചെറിയ ഭാഗത്ത് തന്നെ കൊള്ളണം. മസ്തിഷ്കത്തിലേക്ക് വെടിയുണ്ട കയറിയാൽ മാത്രമേ അത് വീഴുകയുള്ളൂ. ലക്ഷ്യം തെറ്റിയാൽ പിന്നെ എൻ്റെ ജീവൻ ബാക്കിയുണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ദൂരം വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരുന്നു. 50 അടി, 40 അടി, 30 അടി. അവൻ തുമ്പിക്കൈ ചുരുട്ടി എൻ്റെ നേർക്ക് ആഞ്ഞടിക്കാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. എനിക്ക് ഓടി മാറാൻ യാതൊരു വഴിയുമുണ്ടായിരുന്നില്ല. ഞാൻ വളരെ ശാന്തമായി, യാതൊരു പരിഭ്രമവുമില്ലാതെ എൻ്റെ വലിയ തോക്ക് തോടിനോട് ചേർത്തു. ശ്വാസം അടക്കി പിടിച്ച് അവൻ്റെ നെറ്റിയിലെ കൃത്യമായ ബിന്ദുവിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉറപ്പിച്ചു. വളരെ അടുത്തേക്ക് അവൻ എത്തിയ ആ നിമിഷം തോക്കിൻ്റെ കാഞ്ചിയിൽ ഞാൻ വിരലമർത്തി. കാടിൻ്റെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഇടിമുറക്കം പോലെ വലിയ വെടിയൊച്ച മുഴങ്ങി. ആ തോക്കിൻ്റെ ഭയാനകമായ പിന്നോട്ടുള്ള ഇടിയിൽ ഞാനൊരു ചുവട് പുറകോട്ട് മാറിപ്പോയി. ആ വലിയ വെടിയുണ്ട കൃത്യം അവൻ്റെ നെറ്റിയിലേക്ക്, തലച്ചോറിലേക്ക് തന്നെ തുളച്ചു കയറി. ആ അതിശക്തമായ ആഘാതത്തിൽ
അവൻ്റെ ഓട്ടത്തിൻ്റെ വേഗത പെട്ടെന്ന് കുറഞ്ഞു. അവൻ്റെ കാലുകൾ നിലത്തുറച്ചുപോയി. അടുത്ത നിമിഷം മുൻകാലുകൾ മടങ്ങി ഓടി വന്ന അതേ വേഗതയിൽ വലിയൊരു ശബ്ദത്തോടെ ആ കൂറ്റൻ ശരീരം എൻ്റെ മുൻപിൽ വീണു. ഒരു വലിയ മരം കടപുഴകി വീഴുന്നത് പോലെയായിരുന്നു അത്. ഭൂമി ഒന്നാകെ വലിയൊരു ശബ്ദത്തോടെ വിറച്ചു. പുകയുന്ന തോക്കുമായി ഞാൻ ആ വലിയ ജീവിയുടെ അരികിൽ കുറച്ചുനേരം അനങ്ങാതെ നിന്നു. അവൻ ഒരിക്കൽ കൂടി വളരെ പതുക്കെ ശ്വാസമെടുക്കാൻ ശ്രമിച്ചു. തുമ്പിക്കൈയിലെ പേശികളൊന്ന് വിറച്ചു. പിന്നെ ശാന്തമായി അവൻ കണ്ണുകളടച്ചു. ആ കൊടുങ്കാടിൻ്റെ യഥാർത്ഥ രാജാവ് അവിടെ വീണു കഴിഞ്ഞിരുന്നു. കുമാരൻ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകളിൽ അത്ഭുതവും ആശ്വാസവും ഉണ്ടായിരുന്നു. ഞാൻ പതുക്കെ ആനയുടെ അടുത്തേക്ക് നടന്ന് അവൻ്റെ ഒടിഞ്ഞ കൊമ്പിൻ്റെ ഭാഗം പരിശോധിച്ചു. അവിടെ വലിയൊരു വ്രണം രൂപപ്പെട്ടിരുന്നു. അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. വ്രണത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ഏതോ അനധികൃത വേട്ടക്കാരുടെ തോക്കിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപേറ്റ മുറിവായിരുന്നു അത്. അത് പഴുത്ത് വികൃതമായി വലിയ വേദന ഉണ്ടാക്കിയിരുന്നു. ആ കൊടിയ വേദന അവനെ നിരന്തരം അലട്ടിയിരിക്കുന്നു. ആ സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ഈ കാടിൻ്റെ രാജാവിനെ ഒരു കൊലയാളിയാക്കി മാറ്റിയത്. സ്വന്തം വേദന അവൻ മനുഷ്യരോടുള്ള ദേഷ്യമായി മാറ്റി. നിരപരാധികളായ തോട്ടം തൊഴിലാളികൾ ആ ദേഷ്യത്തിന് ഇരകളായി. സത്യത്തിൽ മനുഷ്യർ തന്നെയായിരുന്നു അവൻ്റെ ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം. ആ വലിയ കണ്ണുകൾ അരഞ്ഞുകിടക്കുന്നത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു വലിയ സങ്കടം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. പ്രകൃതിയുടെ ഇത്രയും മനോഹരമായ ഒരു വലിയ അത്ഭുതമാണ് ആ കാട്ടിലില്ലാതായത്. ഒരുപക്ഷെ അവൻ എന്നേക്കാൾ ഈ കാട്ടിൽ ജീവിക്കാൻ അർഹതയുള്ളവനായിരുന്നു. പിറ്റേന്ന് കാലത്ത് എസ്റ്റേറ്റിലെ ആളുകൾ ഈ വാർത്തയറിഞ്ഞ് കാട്ടിലേക്ക് വന്നു. കൊലകൊമ്പൻ ജീവനില്ലാതെ കിടക്കുന്നത് കണ്ട് അവരുടെ മുഖത്ത് വലിയ ആശ്വാസമുണ്ടായിരുന്നു. ഇനി അവർക്ക് ഭയമില്ലാതെ ജോലിക്ക് പോകാം, സമാധാനത്തോടെ ഉറങ്ങാം. ഗ്രാമത്തലവൻ എൻ്റെ കൈകൾ പിടിച്ച് കണ്ണീരോടെ നന്ദി പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സ് ഒട്ടും ശാന്തമായിരുന്നില്ല. വേട്ടയാടൽ എന്നത് ഒരിക്കലും ഒരു സന്തോഷമുള്ള കാര്യമല്ലെന്ന് ഞാൻ വീണ്ടും തിരിച്ചറിഞ്ഞു. അതൊരു വലിയ ഉത്തരവാദിത്തം മാത്രമാണ്. ചിലപ്പോൾ നമ്മൾ മനുഷ്യർ രക്ഷകരാകുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ തന്നെയാണ് ഈ ദുരന്തങ്ങൾക്ക് യഥാർത്ഥ കാരണക്കാരുമാകുന്നത്. ആ വലിയ ജീവിയോട് മനസ്സുരുകി മാപ്പ് ചോദിച്ച് ഞാൻ ആ കാടിറങ്ങി. കോടമഞ്ഞ് വീണ്ടും ആ കാടിനെ പൊതിയാൻ തുടങ്ങിയിരുന്നു. തിരുനെല്ലിയിലേതുപോലെ തന്നെ ഒറ്റക്കൊമ്പൻ്റെ ആ ഓർമ്മകളും ഇന്നും എൻ്റെ മനസ്സിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നു. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ബാക്കിയാക്കി ആ വയനാടൻ കാടുകൾ എന്നോട് വിട പറഞ്ഞു.